3 പേർക്ക് പരിക്കേൽക്കുകയും ഒരു സ്ത്രീക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്ത ഷെല്ല് പതിച്ച ഒരു ഇടമാണ് ഫിറോസ്പൂർ. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായ സ്ഥലമാണ്. പക്ഷേ അവിടെ ഡ്രോണുകൾ നിർവീര്യമാക്കി ഇന്ത്യ. പക്ഷെ പൊള്ളലേറ്റു, 3 പേർക്ക് പൊള്ളലേറ്റു എന്നുള്ളതാണ്. ആ 3 പേരിൽ ഒരാളുടെ നില അല്പം ഗുരുതരമാണ്. 2 പേർക്ക് നിസ്സാര പരിക്കാണ് ഏറ്റിരിക്കുന്നത്. ബാക്കി എല്ലാ ഡ്രോണുകളും നിർവീര്യമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നൽകുന്ന വിവരം. എല്ലാ അവകാശവാദങ്ങളും പൊളിയുകയാണ്. കാരണം ജനവാസ മേഖലകളിൽ ജനങ്ങളെ ആക്രമിക്കില്ല എന്ന് പറയുന്നിടത്താണ് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ അവർ പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും ഒരു തരത്തിൽ ഒരു കുഞ്ഞിനെ പോലും നമ്മൾ നോവിച്ചിട്ടില്ല. നമ്മുടെ എല്ലാം വളരെ ഗൃഹപാഠങ്ങൾ, നമ്മുടെ ടൈം ടേബിളൊക്കെ കൃത്യമായിരുന്നു. പക്ഷേ ഇതല്ല, പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത് നമ്മുടെ പാവപ്പെട്ട നമ്മുടെ സഹോദരങ്ങളെയാണ്, നമ്മുടെ സൈനിക കേന്ദ്രങ്ങളെയാണ്. അർജുൻ പീതാംബരനുണ്ട്. അർജുൻ, നമ്മൾ ദൃശ്യങ്ങൾ കാണുകയാണ്. വലിയൊരു തീപിടുത്തം തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിൽ തീയിൽ നിന്ന് പൊള്ളലേറ്റിട്ടാണ് 3 പേരുടെ അവർക്ക് പരിക്കേറ്റത്. ഒരാളുടെ നില ഗുരുതരമാണെന്ന് പറയുന്നു. എന്താണ് നിലവിലത്തെ അവസ്ഥ? ഈ പ്രദേശത്ത് ഇപ്പോൾ ഈ ഉണ്ടായിട്ടുള്ള തീയൊക്കെ അണച്ചു കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? അക്ഷയ, ഫിറോസ്പൂരിലെ ജനവാസ മേഖലയിലാണ് ഈ ഡ്രോണുകളിൽ ഒന്ന് വന്ന് പതിച്ചത്. അവിടെ ഒരു വീടിന് സമീപത്തെ പോർച്ചിൽ തീപിടുത്തം ഉണ്ടായി. അത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ തീ ഇതിനോടകം തന്നെ അണച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാകുന്നത്. അതായത് ഒരു ലിമിറ്റഡ് ഫയർ ആയിരുന്നു, വലിയ രീതിയിൽ പടർന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ വീട്ടിലുണ്ടായിരുന്ന കുടുംബത്തിലെ ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. 3 പേർക്കാണ് പരിക്കേറ്റത്. അതിലൊരു സ്ത്രീയുടെ നില ഒരല്പം ഗുരുതരമാണ്. അത് നിലവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് നിരീക്ഷിച്ച് വരികയാണ്. കാരണം താരതമ്യേന അവർക്ക് കുറച്ച് പൊള്ളലേറ്റത് കൂടുതലാണ്. മറ്റ് 2 പേർക്ക് നിസാര പരിക്കുകളാണ്, ചെറിയ പൊള്ളലുകൾ മാത്രമേ ഉള്ളൂ. ആ 3 പേരുടെയും ദൃശ്യങ്ങളും നമുക്ക് വന്നിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മാസ്ക് ചെയ്ത് ബ്ലർ ചെയ്ത് നമുക്കത് സ്ക്രീനിൽ കാണിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ 3 പേരെയും ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ട ചികിത്സയെല്ലാം തന്നെ നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അവിടെ എത്തിയിട്ടുള്ള ജില്ലാ അധികാരികളും അതുപോലെ പോലീസും പറയുന്നുണ്ട്. ജനവാസ മേഖലയിലും ഡ്രോൺ എത്തിയിരിക്കുന്നു. ഒരു ഡ്രോണാണ് ഇത്തരത്തിൽ ഈ ഫിറോസ്പൂരിലെ ജനവാസ മേഖലയിൽ ഒരു വീടിന് സമീപത്തായി വന്ന് പതിച്ചതും അത് പൊട്ടിത്തെറിച്ചതും ആ പൊട്ടിത്തെറിയിൽ ഒരു കുടുംബത്തിലെ 3 പേർക്ക് പരിക്കേറ്റിരിക്കുന്നതും. എന്തായാലും അവരെ 3 പേരെയും ആശുപത്രിയിൽ മാറ്റി ഇപ്പോൾ ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് ആൾനാശം ഉണ്ടായതായിട്ട് നിലവിൽ റിപ്പോർട്ടുകളൊന്നുമില്ല. പക്ഷേ ഈ ഡ്രോൺ ആക്രമണം അതെല്ലാം മറ്റിടങ്ങളിലെല്ലാം ചെറുക്കാൻ സാധിച്ചിട്ടുണ്ട് നമുക്ക്. ഈ ഫിറോസ്പൂരിൽ ഈ 1 മാത്രമല്ല, അതിൽ കൂടുതൽ ഡ്രോണുകൾ എത്തിയിരുന്നു. അതെല്ലാം നമുക്ക്